ഫയർഫോഴ്സിന് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. ഫ്ളാറ്റുകൾ സുരക്ഷാ അനുമതി നൽകുന്ന കാര്യത്തിൽ ഫയർഫോഴ്സ് യാഥാർത്ഥ്യബോധത്തോടെയുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഉമ്മൻചാണ്ടി. ലോകം മുകളിലേക്ക് വളരുമ്പോൾ കേരളം താഴേക്ക് വളരുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന് 3 നില കെട്ടിടങ്ങൾ മാത്രം മതിയോ എന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. സംസ്ഥാനത്ത് ഫ്ളാറ്റുകൾക്ക് അനുമതി നൽകുന്നതിൽ ഫയർഫോഴ്സ് വകുപ്പ് സ്വീകരിച്ച നിലപാടിനെ പ്രത്യക്ഷമായും ADGP ജേക്കബ് തോമസിന്റെ റിപ്പോർട്ടിനെ പരോക്ഷമായും വിമർശിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. നമുക്ക് 3 നിലയുള്ള കെട്ടിടം മാത്രം മതിയോ? ഈ 3 നിലയ്ക്ക് മതിയെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ആദർശം എന്നുള്ള രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. അത് നിങ്ങൾ ആലോചിക്കുക. സേഫ്റ്റി ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യത്തില്ല. പക്ഷേ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യാതെ ഇവിടെ യാഥാർത്ഥ്യത്തോട് കൂടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരും. അല്ലാതെ അതിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ശ്രീ അനിൽകാന്തു ആ കമ്മിറ്റിയിലെ മെമ്പറാണ്. അവരാലോചിച്ചിട്ട് പറയും. കാരുണ്യ ബെനവലന്റ് ഫണ്ടിലെ കുടിശ്ശിക മുഴുവൻ നൽകും. മലയാള ഭാഷാ ബിൽ മന്ത്രിസഭായോഗം അംഗീകരിച്ചു. NRI കമ്മീഷൻ രൂപീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പോസ്റ്റ് ഓഫീസുകൾ വഴി വിതരണം ചെയ്യുന്ന സർക്കാർ പെൻഷനുകൾ പെൻഷൻ ഉപഭോക്താക്കളുടെ സൗകര്യപ്രകാരം ബാങ്കുകൾ വഴി വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിക്കവേ മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് കോട്ടയത്തും മലപ്പുറത്തും മാത്രമാണ് വികസനം നടക്കുന്നത് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകാനും മുഖ്യമന്ത്രി മറന്നില്ല. വികസനം മലപ്പുറത്തും കോട്ടയത്തും എന്നുള്ള പ്രചരണം RSSും BJPയും നടത്തുന്ന പ്രചരണമാണ്. അതിൻ്റെ തനി ആവർത്തനമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. അദ്ദേഹത്തിന് യാത്ര, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ഒക്കെയാകാം. പക്ഷേ സമൂഹത്തിൽ വിഭാഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള പ്രസ്താവനകൾ വളരെ നിർഭാഗ്യകരമാണ്. അതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ്. മന്ത്രി K. ബാബുവിനെതിരെ ബാറുകൾ പൂട്ടുന്നതുവരെ പരാതി ഉയർന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.